സഭാചരിത്രത്തിലേറെ വാദപ്രതിവാദം നടന്നിട്ടുള്ളൊരു വിഷയമാകുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇത് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് സാധിക്കാനാണെന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയല്ല. തർക്കിക്കുവാനല്ല, നമ്മുടെ ആത്മീയ വർധനയ്ക്ക് നമ്മെ സഹായിക്കുന്ന ചില അതിപ്രധാന ചിന്തകൾ ഇതിലുണ്ട്. ഇന്ന് അത് തന്നെ നമുക്ക് വിശദമായി ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ആ ഭാഗം നിങ്ങളെടുത്ത് നമുക്കൊരുമിച്ച് അത് പഠിക്കാം. 36 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കണം. 6-ാം അധ്യായത്തിന്റെ 36 മുതൽ 37 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. സുഹൃത്തെ, താങ്കൾക്ക് അപ്പം ആവശ്യമുണ്ടോ? ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ലെന്ന് പോലും. ഈ 37-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. തെരഞ്ഞെടുപ്പ്, സ്വയ തീരുമാന ശക്തി എന്നീ കാര്യങ്ങളിൽ വലിയ ഉപദേശപരമായ വാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ ഈ 2 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും എന്നത് ഒരു സത്യം പ്രസ്താവിക്കുന്നു. അത് തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഇത് വേറൊരു സത്യമാണ്. എന്റെ അടുക്കൽ വരുന്നവൻ, ഇത് സ്വയ തീരുമാന ശക്തിയാണ് കാണിക്കുന്നത്. ഇവ രണ്ടും എപ്രകാരമാണ് പൊരുത്തപ്പെടുന്നത് എന്നെനിക്കറിയില്ല. എങ്കിലും ഇവ രണ്ടും വാസ്തവമത്രേ. പിതാവ് മനുഷ്യരെ ക്രിസ്തുവിന് നൽകുന്നു. എന്നാൽ അവർ അവങ്കലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അവങ്കലേക്ക് കടന്നു വരുന്നവരെ കുറിച്ചാണ് പിതാവ് നൽകുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ ദൈവം തെരഞ്ഞെടുപ്പ് എപ്രകാരമാണ് നടത്തുന്നത് എന്ന് താഴെ ഈ ഭൂമിയിലിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം എനിക്കും നിങ്ങൾക്കും സ്വയം തീരുമാനിക്കുവാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്നും അത് നാം പ്രയോജനപ്പെടുത്തേണ്ടതാകുന്നു എന്നും അത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. യേശു പറയുന്നത് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എത്രമാത്രം വാദപ്രതിവാദം നടത്തിയാലും പ്രിയ സുഹൃത്തെ, താങ്കൾക്കും അവങ്കലേക്ക് കടന്നു ചെല്ലാവുന്നതത്രേ. താങ്കൾ കടന്നു ചെല്ലുമെങ്കിൽ അവൻ താങ്കളെയും തള്ളിക്കളയുകയില്ല. തീർച്ചയായും താങ്കളെയും അവൻ സ്വീകരിക്കും. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലെങ്കിലും എനിക്കും കടന്നു വരാമോ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. പ്രിയ സുഹൃത്തെ, താങ്കൾ അവങ്കലേക്ക് കടന്നു വരുമെങ്കിൽ നീയും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എത്രയോ മനോഹരമായ സംഗതിയാണിത്. ഈ ഭാഗത്ത് രക്ഷയിലുള്ള ദൈവത്തിന്റെ അനാദി നിർണയവും മനുഷ്യഭാഗത്തുള്ള കർത്തവ്യവും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. വരുന്നവന് മാത്രമേ പിതാവിന്റെ ആകർഷണം അനുഭവവേദ്യമാകുകയുള്ളൂ. രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന 2 വശങ്ങളാണിവ. യേശു കർത്താവ് പറഞ്ഞത് തന്റെ അടുക്കൽ വരുന്നവരെ താൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നത്രേ. അങ്ങനെ ഒരു നാളും ഒരിക്കലും ഒരു പ്രകാരത്തിലും അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല. തന്റെ അടുക്കൽ വരുന്നവരെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണെന്ന് ഓർക്കണം. അവന്റെ സന്നിധിയിലേക്ക് താങ്കൾ അടുത്തു വന്നിട്ടുണ്ടോ സുഹൃത്തെ? താങ്കളുടെ പാപം എത്ര നികൃഷ്ടമായതാണെങ്കിലും മനഃപൂർവ്വമായി അനുതപിച്ചേറ്റു പറയുമെങ്കിൽ യേശു ഒരു നാളും തള്ളിക്കളയുകയില്ല. ലോകം ക്ഷമിച്ചെന്ന് വരികയില്ല. കർത്താവ് എത്ര വലിയ പാപിയെയും അംഗീകരിക്കുവാൻ സന്മനസ്സുള്ളവനാണ്. നാം അവിടുത്തെ മക്കളായിത്തീർന്നിരിക്കുകയാണ്. 38-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത്. താങ്കളെക്കുറിച്ചുള്ള ദൈവേഷ്ടം താങ്കൾ യേശുവിങ്കിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് ആവശ്യമായിരുന്നതിനാലാണ് യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് അവൻ വന്നത്. താങ്കൾ വീണ്ടും ജനിക്കണം എന്നതാണ് താങ്കളെക്കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം. താങ്കൾ അവങ്കലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതാണ് ഏകമാർഗം. വിശ്വാസത്താൽ നിങ്ങൾ യേശു കർത്താവിങ്കിലേക്ക് കടന്നു വരേണ്ടതത്രേ. 39-40 വാക്യങ്ങൾ നാം വായിക്കുന്നത്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം.
പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ മുൻനിർണയം എന്ന വാക്ക് ബാധകമാകുന്നുള്ളൂ. ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെടുന്നു. അവൻ നീതീകരിക്കപ്പെട്ടതുപോലെ തന്നെ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. 100 ആടുകളുമായി യേശു ആരംഭിച്ചാൽ അവസാനത്തോളം 100 ആടുകൾ അവന്റെ പക്കൽ ഉണ്ടായിരിക്കും. ഒന്നിനെ പോലും അവന് നഷ്ടമാവുകയില്ല. അതത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവനുണ്ട്. അവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 41 42 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നും താൻ ദൈവമാകുന്നു എന്നും യേശു പഠിപ്പിച്ചു. അവൻ കന്യകയിൽ നിന്നുള്ള തന്റെ ജനനത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നു എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അവൻ പറയുന്നത് എന്താണെന്ന് യഹൂദന്മാർ മനസ്സിലാക്കി. അവന്റെ അപ്പനെയും അമ്മയെയും തങ്ങൾക്ക് അറിവുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെന്ന് അവർ ചോദിക്കുന്നു. അതെ, കന്യകയിൽ നിന്നുള്ള ജനനത്തിൽ കൂടി. ദൂതൻ മറിയോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാലാണ് വിശുദ്ധ പ്രജ അവളിൽ ഉത്ഭവിച്ചത്. ഈ ഭാഗം, അതായത് 38 മുതലുള്ള വാക്യങ്ങൾ, യേശുവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ വിശദീകരിക്കുന്നതാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ സ്വർഗത്തിന്റെ മഹിമയിൽ നിന്ന് ഇറങ്ങി വന്നു. എനിക്കും താങ്കൾക്കും വേണ്ടി ക്രൂശിന്മേൽ കയറുവാനായി അവൻ സ്വർഗസിംഹാസനം വിട്ട് താൻ ഇറങ്ങി വന്നു. കന്യകാ ജനനത്തിൽ കൂടിയാണ് അവൻ അപ്രകാരം വന്നത്. യഹൂദന്മാർക്ക് കാര്യം മനസ്സിലായി. ഉടൻ തന്നെ ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ എന്ന് അവർ ചോദിച്ചു. അവന്റെ മാതാപിതാക്കന്മാരെ തങ്ങൾക്ക് അറിയാം എന്നത്രേ അവർ വിചാരിച്ചത്. എന്നാൽ അവൻ യോസഫിന്റെ മകനല്ല, അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്. 43 44 വാക്യങ്ങൾ നോക്കിക്കേ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആകർഷിക്കുക എന്നതിന്റെ അർത്ഥം അടുപ്പിക്കുക എന്നാണ്. വലിച്ചടുപ്പിക്കുക. അതാണ് ദൈവീക തെരഞ്ഞെടുപ്പ്. അത് വിശദീകരിക്കുവാൻ എനിക്ക് കഴിയില്ല സുഹൃത്തെ. എന്നാൽ നമുക്ക് സ്വയം തീരുമാനിക്കുവാനുള്ള കഴിവുണ്ട് എന്നും അത് ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ സ്വയ തീരുമാന ശക്തി പ്രയോഗിക്കേണ്ടതത്രേ. യേശുവിങ്കിലേക്ക് കടന്നു ചെല്ലണമോ വേണ്ടായോ എന്ന് ഈ സമയം നിങ്ങൾക്കറിയാം. ചെല്ലുകയോ ചെല്ലാതിരിക്കുകയോ അത് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 45 വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. ഇപ്പോൾ അത് കുറെ കൂടെ വ്യക്തമായില്ലേ? പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി യെശയ്യാ പ്രവചനം 54 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപയോഗിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഇനിയും യെശയ്യാ പ്രവചനം തന്നെ 60 അധ്യായത്തിന്റെ 2, 3 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. അവരെല്ലാം അവന്റെ അടുക്കലേക്ക് വരും എന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അത്രേ ഇത്. നിങ്ങൾക്കും അവന്റെ അടുത്ത് കടന്നു വരാവുന്നതത്രേ. ഇവയെല്ലാം വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതിന് പല ഭാഗത്തും സൂചനകളുണ്ട്. മലാക്കി പ്രവചനം 4 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. പിതാവിനെ ശ്രദ്ധിക്കുകയും അവങ്കൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്റെ അടുക്കൽ വരും എന്നാണ് അവൻ പറയുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവവചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ അടുത്ത് കടന്നു ചെല്ലും. ഇവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന വസ്തുത അതത്രേ. 46 47 വാക്യങ്ങൾ നോക്കിക്കേ.
പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പിതാവിനെ കണ്ടിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇതിൽ അധികം വ്യക്തമായി പറയുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ഇനി നോക്കിക്കാട്ടെ. 48 മുതൽ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അവൻ ഈ ഭൂമിയിൽ താൻ ഇറങ്ങി വന്നു. വചനം ജഡമായി തീർന്നു. എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ മറുവിലയായി അവൻ ആ മനുഷ്യജീവനെ ക്രൂശിൽ വെച്ച് കൊടുപ്പാൻ പോകുകയാണ്. പ്രിയരെ, അത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. യഹൂദന്മാർ പറഞ്ഞ എന്തെന്ന് ശ്രദ്ധിക്കുക. 52 വാക്യത്തിൽ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. അവർ യേശുവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ആ മാംസത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. 53 വാക്യത്തിൽ വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ആത്മീയമായി അവനെ പങ്കുവെക്കുന്നതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ശാരീരികമായി പങ്കിടുന്നതിനേക്കാൾ വാസ്തവമായത് അതത്രേ ആത്മീകമായി പങ്കിടുക. യേശു ശരീരാത്മദേഹിയോടുകൂടിയ പൂർണ്ണ മനുഷ്യനായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടിളക്കാലിന്മേൽ പുരട്ടുകയും മാംസം ഇസ്രായേൽ മക്കൾ ഭക്ഷിക്കുകയും ചെയ്യണമായിരുന്നു. ഇവിടെ മാംസം എന്നും രക്തം എന്നും രണ്ടായി പറയുന്നതിനാൽ രക്തം ചൊരിഞ്ഞുള്ള തന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചിന്തകന്മാർ പറയുന്നുണ്ട്. സത്യത്തിൽ മാംസം തിന്നുന്നതും രക്തം കുടിക്കുന്നതും യഹൂദന്മാർ വെറുത്തിരുന്ന കാര്യമാണ്. അങ്ങനെ അവർ അക്ഷരാർത്ഥത്തിൽ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞതായി ധരിച്ചതാണ് അവരുടെയും തെറ്റ്. എന്നാൽ തന്റെ യാഗത്തെ മുൻനിർത്തിയാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. രക്തം കുടിക്കുക എന്നാൽ അന്നും ഇന്നും ഒരർത്ഥമാണ്. ഇന്ന് കർത്താവിന്റെ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്ന പലരും ആ അർത്ഥത്തിലല്ല അത് ചെയ്യുന്നത്. വെറും ഒരു ചടങ്ങ് നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കർത്താവ് അർത്ഥമാക്കിയത് പ്രായശ്ചിത്താർത്ഥമായി ചൊരിഞ്ഞ കർത്താവിന്റെ രക്തം മൂലം നിറവേറിയ വീണ്ടെടുപ്പ് സ്വന്തമാക്കുക എന്നത്രേ. യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധവും ഈ പറഞ്ഞത് തന്നെയായിരുന്നു. ഇനിയും 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് അത്ഭുതകരമായൊരു പ്രസ്താവനയത്രേ. അത്താഴത്തിനും കർത്താവിന്റെ അത്താഴത്തിനും വേണ്ടി നമ്മുടെ കർത്താവ് അവരെ ഒരുക്കുകയായിരുന്നു വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നത്. യേശു അവരുടെ മുൻപാകെ നിൽപ്പുണ്ടായിരുന്നതിനാൽ ഇത് അക്ഷരികമായി എടുക്കേണ്ട കാര്യമല്ലായിരുന്നു. അവനെ ഭക്ഷിപ്പാൻ തുടങ്ങുവാനും അവന്റെ രക്തം കുടിക്കുവാൻ തുടങ്ങണമെന്നും അവരോട് പറയുകയല്ല അവൻ ചെയ്തത്. അവൻ തന്റെ ജീവനെ കൊടുക്കുവാൻ പോകുകയാണ് എന്നത്ര യേശു പറയുന്നത്. മാളികമുറിയിൽ വെച്ച് രക്തം ജീവന്റെ അടയാളമാകുന്നു എന്ന് അവൻ വ്യക്തമാക്കി. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നതെന്ന് ലേവ്യ പുസ്തകം 17 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നു. മിസ്രൈം ദേശത്ത് നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ മുതലേ ദൈവം അവരെ അത് പഠിപ്പിച്ചിരുന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് മോശെ അവരോട് ഇപ്രകാരം പറഞ്ഞു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. വൈദ്യശാസ്ത്രപരമായും ഇത് വാസ്തവമത്രേ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. യേശു തന്റെ ജീവനെ കൊടുക്കുവാൻ പോകുകയാണ്. അവൻ ക്രൂശിന്മേൽ തന്റെ രക്തം ഒഴുക്കുകയും തന്റെ ജീവനെ കൊടുക്കുകയും ചെയ്യും. വളരെ വ്യക്തിപരമായ രീതിയിൽ അവനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ് രക്ഷ ലഭ്യമാകുന്നത്. കർത്താവിന്റെ അത്താഴം എന്ന കൂദാശയുടെ അടിസ്ഥാനം ഇതാണ്.
മാളിക മുറിയിൽ വെച്ച് യേശു അവർക്ക് അപ്പം നൽകിയപ്പോൾ ഇത് എൻ്റെ ശരീരം എന്നവൻ പറഞ്ഞു. ഇന്ന് ആ പ്രസ്താവനയ്ക്ക് പലവിധമായ ഉപദേശ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നും അപ്പം ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കർത്താവ് നരഭോജ്യത്തെ യാതൊരു വിധത്തിലും പഠിപ്പിച്ചിരുന്നില്ല എന്നത്ര എൻ്റെ പൂർണ്ണ വിശ്വാസം. അങ്ങനെ കരുതുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇതിന് ആത്മീയമായ വ്യാഖ്യാനം നൽകുന്നവരുണ്ട്. ഇത് വെറും അടയാളങ്ങൾ മാത്രമാണെന്നും മതപരമായ ഒരു ആചാരം മാത്രമാണെന്നും അവർ കരുതുന്നു. മറ്റേതിനെപ്പോലെ ഈ വിധ വ്യാഖ്യാനവും അപൂർണമാണെന്നത്ര ഞാൻ കരുതുന്നത്. ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാണ് ആദിമസഭ പ്രാധാന്യം നൽകിയത്. അപ്പം അപ്പമാണ്, അതെല്ലായ്പ്പോഴും അപ്പം തന്നെ ആയിരിക്കും. അതിന് മാറ്റം സംഭവിക്കുന്നില്ല. വീഞ്ഞ് എപ്പോഴും വീഞ്ഞായിരിക്കും, അതിൽ അത്ഭുതമൊന്നും നടക്കുന്നില്ല. ഈ ആചാരത്തിൽ കൂടി ക്രിസ്തുവിന്റെ ശരീരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇത് വെറും ആചാരം മാത്രമല്ല. ഒരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തിരുവത്താഴത്തിൽ നിങ്ങളുടെ വായിൽ അപ്പമാണ്, എന്നാൽ ഹൃദയത്തിൽ ക്രിസ്തുവാണ്. തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നതിൽ ആത്മീയമായ അനുഗ്രഹമുണ്ട് എന്നത്ര എൻ്റെ വിശ്വാസം. കർത്താവിൻ്റെ അത്താഴം ആചരിക്കുവാൻ നിങ്ങൾ അവനെ അനുസരിക്കുന്നതിൽ കൂടി അവൻ ആത്മീയമായി നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും മാജിക് അല്ല, എന്നാൽ അതേസമയം തന്നെ അർത്ഥശൂന്യമായ ഒരു ആചാരവുമല്ല നാം അനുഷ്ഠിക്കുന്നത്. ഇത് അർത്ഥവത്താണ്, ഹൃദയത്തിൽ ആത്മീയ അനുഗ്രഹം പകർന്നു തരുന്ന ഒന്നത്രേ. അതാണ് നമ്മുടെ കർത്താവ് അവരോട് ഈ ഭാഗത്ത് പറയുന്നത്. യേശുവുമായുള്ള വ്യക്തിപരവും വാസ്തവവുമായ അടുത്ത ബന്ധമാണ് പ്രധാനപ്പെട്ട കാര്യം. മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചപ്പോൾ അത് താൽക്കാലികമായ കാര്യമായിരുന്നു. എന്നാൽ യേശുവിന് നിത്യമായ ഒന്നുണ്ട്, നിത്യമായ ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നാം കണ്ടുവല്ലോ. 59 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ കപർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെറുപെറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്കിടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശു പറഞ്ഞതിന് വ്യക്തമായ പ്രതികരണവും ഭിന്ന അഭിപ്രായവും ഉണ്ടായിരുന്നു. താൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയായതുകൊണ്ട് അക്ഷരികമായി അവർക്ക് അവനെ ഭക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. ജീവൻ നൽകുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് യേശു തന്റെ അക്ഷരികമായ ശരീരത്തെക്കുറിച്ചല്ല പറയുന്നത് എന്ന കാര്യം വ്യക്തമത്രേ. തിരുവത്താഴം വിശ്വാസത്താൽ നാം അനുഭവമാക്കേണ്ട ഒന്നാണ്. പാനപാത്രത്തിൽ ലഭിക്കുന്ന വീഞ്ഞ് മധുരമുള്ളതാണ്, അതിൻ്റെ മധുരം നാം അനുഭവിക്കും. എന്നാൽ ഈ മധുരമുള്ള പാനീയം നമുക്ക് നൽകുവാനായി യേശു ക്രൂശിന്മേൽ കയ്പ് നീർ കുടിച്ചു എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമത്രേ. യേശു എനിക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ആ മധുരമുള്ള വീഞ്ഞ്. അതിൽ ഒരു ആത്മീയ അനുഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് നാം വായിച്ചല്ലോ. ദൈവവചനം ജനങ്ങളുടെ ഹൃദയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. കാരണം കർത്താവായ യേശുവിൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. 64 65 വാക്യങ്ങൾ നോക്കിക്കേ. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. എന്നാൽ ഇവിടെയും അവന്റെ അടുക്കൽ വരുന്ന യാതൊരുത്തിനെയും അവൻ തള്ളിക്കളയുകയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതത്രേ. അത് നമ്മെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. 66 വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. കൂട്ടത്തിൽ അന്ന് എതിരാളികളായ മതനേതാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്ന് മാത്രമല്ല, 12 ശിഷ്യന്മാരെ കൂടാതെ പേര് പറയപ്പെടാത്ത അനേകം ശിഷ്യന്മാരും അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. 12 പേരിൽ ഒരാളായിരുന്നു യൂദ. യേശുവിനെ കുറിച്ച് 4 വിധ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
12 ശിഷ്യന്മാരല്ല, പേർ പറയപ്പെടാത്ത മറ്റ് ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോവുകയാണ് ചെയ്തത്. 67 68 വാക്യങ്ങൾ നാം കാണുന്നത്, ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ശിമോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു പ്രസ്താവനയത്രേ ഇത്. അവൻ ചോദിക്കുന്ന ചോദ്യം ഇന്ന് നമുക്കും പ്രസക്തമായ ചോദ്യമത്രേ. ശിമോൻ പത്രോസ് ഇപ്പോഴും ശിഷ്യന്മാരുടെ പ്രതിനിധിയായി സംസാരിക്കുന്നതായി തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും നാം കാണുന്നുണ്ടല്ലോ. മറ്റ് ശിഷ്യന്മാർ പിന്തിരിഞ്ഞു പോയത് കണ്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ എന്നാണ് പത്രോസ് കൊടുത്ത മറുപടി. എവിടെ, ആരുടെ അടുക്കൽ പോയാൽ നിത്യജീവൻ അവകാശമാക്കാം എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. നിത്യജീവൻ ആരാണ് നൽകുന്നത് എന്നതിന്റെ ഉത്തരം പത്രോസിന്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നു. നിത്യജീവന്റെ വചനങ്ങൾ യേശുവേ നിന്റെ പക്കലുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അവൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സഹോദര സഹോദരി, യേശുവിന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ്. യേശുവിൽ വിശ്വസിച്ച് നിത്യജീവന് താങ്കൾ അവകാശിയായിട്ടുണ്ടോ? പത്രോസ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 69 വാക്യം, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പത്രോസ് വേറൊരു സന്ദർഭത്തിൽ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചും ഇതിനോട് സമമായൊരു പ്രസ്താവന ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതായി അവിടെ കാണുന്നുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. വിശ്വാസവും അറിവും അഥവാ അനുഭവവും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. യേശുവിനോട് കൂടെ നടന്ന് അവന്റെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്ത പത്രോസിന്റെ അനുഭവ സാക്ഷ്യമാണിത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. വിശുദ്ധ ബൈബിളിൽ അറിയുക എന്ന വാക്ക് സാധാരണയായി നാം ഉപയോഗിക്കാറുള്ള അർത്ഥത്തിൽ കവിഞ്ഞ അർത്ഥവും വ്യാപ്തിയും നൽകിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അടുത്ത സമ്പർക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തെ, നാം യേശുവിനെ വിശ്വസിക്കുക മാത്രമല്ല, അവനെ വ്യക്തിപരമായി ദൈനംദിന ജീവിതത്തിൽ അടുത്തറിയേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മുടെ ഉറ്റ സഖിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് മറുപടിയായി യേശു അവരോട് ഉത്തരം പറഞ്ഞതിൽ യൂദ തന്നെ കാണിച്ചു കൊടുപ്പാൻ പോകുന്നു എന്നും സൂചിപ്പിച്ചിരുന്നു. ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 70 71 വാക്യങ്ങൾ നോക്കിക്കാട്ട്. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദായെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു. തെരഞ്ഞെടുപ്പും സ്വയ തീരുമാനത്തിനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ കാണുന്നു. യേശു 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് തന്നെ സേവിപ്പാനുള്ള അവസരങ്ങൾ ലഭിച്ചതാണ്. എന്നാൽ വ്യക്തിപരമായ തീരുമാനം എടുക്കുവാനുള്ള അവസരം ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവസരങ്ങളും ദൈവം സകലമാന മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അത് ഉത്തരവാദിത്വമായി നാം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമായി കണ്ട് എപ്പോഴും നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠനം മറ്റുള്ളവർക്കും പ്രയോജനകരമാകുവാൻ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.